ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL മെഗാ ഓപ്ഷനിൽ ഇപ്പോൾ കൂടുതൽ ആരാധകരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് രാജസ്ഥാൻ റോയൽസ് പൊക്കിയിട്ടുള്ള ഒരു 13 വയസ്സുകാരനെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം ചരിത്രം കുറിച്ചുകൊണ്ടാണ് IPL-ലേക്ക് കടന്നു വന്നിരിക്കുന്നത്. IPL-ന്റെ മെഗാലയത്തിൽ ചരിത്രം കുറിച്ചിരിക്കുന്നു 13 വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യൻ കൗമാര വിസ്മയമായിട്ടുള്ള വൈഭവ് സൂര്യവംശി. ലേലത്തിന്റെ രണ്ടാം ദിവസം സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് ആണ് ബീഹാറിൽ നിന്നുള്ള പുത്തൻ താരോദയത്തെ സ്വന്തമാക്കുന്നത്. 30 ലക്ഷം ബേസ് പ്രൈസ് ഉണ്ടായിരുന്ന വൈഭവിന് ലേലത്തിൽ മോശമല്ലാത്ത വലിയ ഡിമാൻഡ് തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ 1,10,00,000 രൂപ കൊടുത്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുകയായിരുന്നു വൈഭവ് സൂര്യവംശിയെ. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ് ആരാണ് വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശി എന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാ ടീമുകളുടെയും പേഴ്സിൽ വളരെ കുറഞ്ഞ ബാലൻസ് മാത്രമുള്ളപ്പോൾ ഓരോ താരങ്ങളെയും വളരെ സൂക്ഷ്മതയോടുകൂടെ എല്ലാ ടീമുകളും ബൈ ചെയ്യുന്ന സമയത്ത് വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരത്തിന് വേണ്ടി 1 കോടിയിലധികം രാജസ്ഥാൻ റോയൽസ് മുടക്കണമെങ്കിൽ അവരുടെ ആരാധകരും ക്രിക്കറ്റ് പ്രേമികളും ഒക്കെ തന്നെ ഇപ്പോൾ കൂടുതലും അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, only 13-year-old Vaibhav Sooryavanshi sold to Rajasthan Royals at 1.1 crore, the youngest ever to be part of an IPL season. IPL സീസണിൽ ഏറ്റവും ചെറുപ്പമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയായി വൈഭവ് സൂര്യവംശി റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അണ്ടർ 19 തലത്തിലും ആഭ്യന്തര ക്രിക്കറ്റിലും നടത്തിയിട്ടുള്ള മിന്നുന്ന പ്രകടനങ്ങളാണ് വൈഭവിനെ കൂടുതലും ശ്രദ്ധേയനാക്കുന്നത്. ഇപ്പോൾ IPL-ലേക്ക് നിറക്കു വീണതോടുകൂടെ വൈഭവിന്റെ കരിയറും മറ്റൊരു തലത്തിലേക്ക് ഉയരുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ആരായിരിക്കും സഞ്ജു സാംസൺ നയിക്കുന്ന RR സ്വന്തമാക്കിയിട്ടുള്ള വൈഭവ് സൂര്യവംശി എന്നുള്ള ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ബീഹാറിലെ സമസ്തിപൂരിൽ നിന്നുള്ള താരമാണ് 13-കാരൻ വൈഭവ് സൂര്യവംശി. അദ്ദേഹം 2023-24 സീസണിലെ രഞ്ജി ട്രോഫിയിൽ 12 വയസ്സും 284 ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ അരങ്ങേറിക്കൊണ്ട് ചരിത്രം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൗമാരക്കാരന്റെ പ്രകടനം ഏറ്റവും അധികം ക്രിക്കറ്റിൽ ശ്രദ്ധേയമാവുന്നത് ഓസീസിനെതിരെ ചെന്നൈയിൽ നടന്ന പോരാട്ടത്തിലാണ്. അദ്ദേഹം സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു. വെറും 62 പന്തുകളിൽ 104 റൺസായിരുന്നു വൈഭവ് ആ ഒരു മത്സരത്തിൽ അടിച്ചു കൂട്ടിക്കൊണ്ട് ഓസീസിനെ കേട്ടിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി 170 വർഷത്തെ ചരിത്രത്തിൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ സെഞ്ചുറി കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതുപോലെ തന്നെ യൂത്ത് ലെവലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി, അങ്ങനെയുള്ള നേട്ടങ്ങളും റെക്കോർഡുകളും ഒക്കെ തന്നെ വൈഭവിനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും സഞ്ജു സാംസണിന്റെ RR ടീം സ്വന്തമാക്കിയിട്ടുള്ള വൈഭവിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഇതൊക്കെ തന്നെയാണ്. അദ്ദേഹത്തെ പ്ലേയിങ് 11-ലേക്ക് കളിപ്പിക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോൾ വൈഭവിന് അവസരം ലഭിക്കുകയാണെങ്കിൽ അതും ഒരു വമ്പൻ റെക്കോർഡായി മാറും. എന്തൊക്കെയായാലും രാജസ്ഥാൻ റോയൽസിന്റെ ഭാവി വാഗ്ദാനമാവാനുള്ള എല്ലാവിധ സാധ്യതയുമുള്ള താരം തന്നെയായിരിക്കും വൈഭവ് സൂര്യവംശി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.